ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമൻ മനസ്സിനു പുതുജീവനേകും സ്വർഗീയ ഭോജ്യമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമൻ മനസ്സിനു പുതുജീവനേകും സ്വർഗീയ ഭോജ്യമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമൻ മനസ്സിനു പുതുജീവനേകും സ്വർഗീയ ഭോജ്യമേ. ആരാധന 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 ഈശോ ആരാധന. നമുക്കൊരുമിച്ച് ആരാധന പരിശുദ്ധനായവനെ നമുക്ക് ആരാധിച്ച് സ്തുതിക്കാം. ആരാധന ഈശോ ആരാധന. ആരാധന കൈകൾ ഉയർത്തി കൈകൾ വീശി യേശുവേ അങ്ങേക്ക് ആരാധന, പരിശുദ്ധനെ അങ്ങേക്ക് ആരാധന, ബലവാനെ അങ്ങേക്ക് ആരാധന. സ്വർഗത്തിൽ വസിക്കുന്ന നല്ല ദൈവമേ, ഇപ്പോൾ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന നല്ല ഈശോയെ അങ്ങേക്ക് ആരാധനയും സ്തുതിയും ബഹുമാനവും മഹത്വവും അങ്ങേക്ക് ഞങ്ങൾ ഏകുന്നു. നമ്മുടെ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ഓ ഈശോനാഥ, എൻ്റെ ഉള്ളിൽ വന്ന് നിറയണമേ. എൻ്റെ പൊന്നേ യേശുവേ, എൻ്റെ ജീവിതത്തിൽ വന്ന് നിറയണമേ. നീ അല്ലാതെ മറ്റാരുമില്ല ഈശോയെ. കർത്താവേ, ഞാൻ തളർന്നവനാണ്. യേശുവേ, ഞാൻ ബലഹീനനാണ്. കർത്താവേ, നീയാണ് എൻ്റെ ശക്തി. ബലഹീനതയിൽ അവിടുത്തെ ശക്തി പ്രകടമാകുന്നു. പൗലോസ്ലീഹായുടെ ഈ വാക്കുകൾ നമുക്കും ഏറ്റുപറയാം. എൻ്റെ ബലഹീനതയിൽ യേശുവിൻ്റെ ശക്തി എന്നിൽ പ്രകടമാകുന്നു. നമ്മുടെ എല്ലാ മുറിവുകളും ഒരു നിമിഷം നമുക്ക് ഓർക്കാം. ഒരുപക്ഷേ നമ്മുടെ അനിയന്ത്രിതമായ ദേഷ്യമായിരിക്കാം, ഒരുപക്ഷേ നമ്മുടെ വെറുപ്പായിരിക്കാം, ഒരുപക്ഷേ നമ്മുടെ അഹംഭാവ ചിന്തയായിരിക്കാം, ഒരുപക്ഷേ മറ്റുള്ളവരെ കുറ്റം പറയുന്ന നമ്മുടെ സ്വഭാവമായിരിക്കാം. നമ്മുടെ എല്ലാ മുറിവുകളും ഈശോയുടെ മുറിവുകളോട് ചേർത്ത് വയ്ക്കാം. മലാഖമാരോട് ചേർന്ന് നമുക്കവനെ സ്തുതിച്ചാരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്കൊരുമിച്ച് പാടാം, ഒരുമിച്ച് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, തല കുനിച്ച് ഈശോയെ ആരാധിക്കാം. എല്ലാ നേരവും അവന് സ്തുതിയും ആരാധനയും മഹത്വവും നമ്മെ തന്നെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ആരാധന ആരാധന ആരാധന. കൈകൾ ഉയർത്തി കൈകൾ വീശി നമുക്ക് ആരാധനയും സ്തുതിയും
നമ്മുടെ ഈശോയ്ക്ക് നമുക്ക് നൽകാം. ഈശോയുടെ സ്നേഹത്താൽ, ഈശോയുടെ സമാധാനത്താൽ, ഈശോയുടെ സന്തോഷത്താൽ നാം എല്ലാവരും നിറയട്ടെ. യേശുവിന് നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുമ്പോൾ സ്വർഗത്തിന്റെ സന്തോഷം, സ്വർഗത്തിന്റെ സമാധാനം, സ്വർഗത്തിന്റെ സ്നേഹം നമ്മളിൽ വന്ന് നിറയുന്നു, നമ്മെ ഭരിക്കുന്നു. നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോയുടെ സ്നേഹവും സമാധാനവും ഒഴുകി വരട്ടെ. വെറുപ്പുള്ളിടത്ത്, ദേഷ്യമുള്ളിടത്ത്, അഹംഭാവ ചിന്തയുള്ളിടത്തെല്ലാം ഈശോയുടെ സ്നേഹവും സമാധാനവും വന്നു നിറയട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരു വചനം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 21-ാം വചനം. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. ഞാനൊരു കൊച്ചു സംഭവം ഓർക്കുകയാണ്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് കെനിയയിലാണ്. അവിടെ ഞങ്ങൾക്കൊരു ധ്യാന സെൻ്ററുണ്ട്. ഒരു ദിവസം ഒരു സ്ത്രീ ധ്യാനം കൂടുവാനായി വന്നു. എന്നോട് ഈ സ്ത്രീ പറഞ്ഞു, അച്ഛാ, എനിക്കൊരു വലിയ പ്രശ്നമുണ്ട്. എൻ്റെ പ്രശ്നം അനിയന്ത്രിതമായ ദേഷ്യമാണ്. എന്നോടൊരാൾ ദേഷ്യപ്പെട്ട് ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ ഞാൻ തിരിച്ച് 10 വാക്കിൽ മറുപടി കൊടുക്കും. അതുപോലത്തെ ദേഷ്യമാണ്. ഈ ദേഷ്യത്തിന് ഉള്ള കാരണവും ഈ സ്ത്രീ എന്നോട് പറഞ്ഞു. ഏകദേശം 20 വർഷമായി ഈ സ്ത്രീ പള്ളിയിൽ വിവാഹം കഴിച്ചിട്ട്, വിവാഹം കഴിച്ച ദിവസമാണ് തൻ്റെ ഭർത്താവിനെ ഈ സ്ത്രീ പള്ളിയിൽ കാണുക. സ്ത്രീ എന്നോട് പറയുകയാണ്, അച്ഛാ, വിവാഹത്തിന് ശേഷം അന്ന് ഞാൻ പള്ളിയിൽ എൻ്റെ ഭർത്താവിനെ കണ്ടതാണ്. അതിനുശേഷം ഒരിക്കലും ഈ മനുഷ്യൻ പള്ളിയിൽ കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഭർത്താവിനെ ഓർപ്പിക്കും, നിങ്ങളെന്താ മനുഷ്യ പള്ളിയിൽ പോകാത്തത്? അപ്പം അത് കേൾക്കുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ദേഷ്യം ഇരട്ടിക്കും. അവസാനം അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, പള്ളിയും പട്ടക്കാരനും അത് നിൻ്റെ ബിസിനസ്. ഇനി എന്നോട് പള്ളി പള്ളി എന്ന് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തരുത്. ഇനി എന്നെ അങ്ങനെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോകും. സ്ത്രീ ഒത്തിരി ദുഃഖത്തോട് പറയുകയാണ്, അച്ഛാ, എൻ്റെ ദേഷ്യമാണ് ഇതിനെല്ലാം കാരണം. തീർച്ചയായും എൻ്റെ ദേഷ്യത്തിനുള്ള കാരണം എൻ്റെ ഭർത്താവാണ്. ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞു, ധ്യാനം കൂടുക. ധ്യാനത്തിൽ ഈശോ സ്പർശിക്കും, സഹോദരിയെ സ്പർശിക്കും. ഈശോ ഈ ദേഷ്യം എടുത്തു മാറ്റുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. ഈ സ്ത്രീ ധ്യാനം കൂടി. ധ്യാനത്തിന് ശേഷം ഒത്തിരി സന്തോഷത്തോടു കൂടി എൻ്റെ അടുക്കൽ വീണ്ടും വന്നു. അച്ഛാ, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്കറിയാം ഞാൻ മാത്രമേ ധ്യാനം കൂടിയിട്ടുള്ളൂ, എൻ്റെ ഭർത്താവ് ധ്യാനം കൂടിയിട്ടില്ല. ഞാൻ ആ ഭർത്താവിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത്. അച്ഛനറിയാമല്ലോ എൻ്റെ പ്രശ്നം, ഞാൻ ദേഷ്യമുള്ള ആളാണ്. ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തോട് പ്രതികരിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്നോടൊപ്പമുണ്ട്, അപ്പോൾ ധൈര്യമായിട്ട് പോകുക. അതോടൊപ്പം തന്നെ ഞാനൊരു വചനം ഈ സ്ത്രീക്ക് വായിക്കുവാനായി കൊടുത്തു. ഇതാണ് വചനം, 1 യോഹന്നാൻ 4:4. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ് എന്ന് പറയുമ്പോൾ അവന് പരമാധികാരമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ, നമ്മുടെ ദേഷ്യത്തിൻ്റെ മേൽ, അതുപോലെ നമ്മുടെ ദുഃഖത്തിൻ്റെ മേൽ, നമ്മുടെ നിരാശയുടെ മേൽ, നമ്മുടെ വേദനകളുടെ മേൽ ഒക്കെ അവന് പരമാധികാരമുണ്ട്. അവനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരിലേക്കും അവൻ വരും. അവൻ വന്നു കഴിഞ്ഞ് അവനോട് പറയുക, അവനെ അനുവദിക്കുക, കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ഭരണം നീ ഏറ്റെടുക്കണമേ. ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞു, ഈ വചനം എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക.
കുറച്ച് കഴിയുമ്പോഴേക്കും ബൈ ഹാർട്ടാകും. അപ്പോൾ ഇങ്ങനെ ഈ വചനം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഈശോ സഹോദരിയുടെ ദേഷ്യത്തെ ഏറ്റെടുക്കും. ഈ സഹോദരി തിരിച്ചുപോയി അങ്ങനെ ഈ വചനം പറയുവാൻ തുടങ്ങി. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. എൻ്റെ ഉള്ളിലുള്ളവൻ ഈശോയാണ്, ലോകത്തിലുള്ളവൻ പിശാചാണ്. അവനേക്കാൾ വലിയവനാണ് എൻ്റെ ദൈവം. അവന് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല. അതാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, പതിവ് പോലെ ഈ സ്ത്രീ എല്ലാ ശനിയാഴ്ചയും ഞങ്ങളുടെ ധ്യാന സെൻറ്ററിൽ ഒരു ദിവസത്തെ പ്രാർത്ഥന ഉണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഈ സ്ത്രീ പതിവ് പോലെ എല്ലാ ശനിയാഴ്ചയും വരും. ഈ ധ്യാനത്തിന് ശേഷം ഒരുപാട് വ്യത്യാസം ഈ സ്ത്രീയുടെ ജീവിതത്തിൽ അത് ഭർത്താവ് നോട്ട് ചെയ്തു. അപ്പോൾ ഈ ഭർത്താവിന് അറിയണം എന്തുകൊണ്ടാണ് ഇത്ര വലിയ വ്യത്യാസം എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ. അവൾ ഈ ദിവസങ്ങൾ ഒട്ടും എന്നോട് ദേഷ്യപ്പെടുന്നില്ല. അവൾ വളരെ കാമാണ്. അവൾ വളരെ നന്നായിട്ട് സംസാരിക്കുന്നു. അനാവശ്യമായിട്ടുള്ള ഒന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഈ ഭർത്താവ് ഈ സ്ത്രീ എവിടെയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് അറിയുവാൻ ഈ സ്ത്രീയെ പിന്തുടർന്നു. അങ്ങനെ പിന്തുടർന്ന് ഞങ്ങളുടെ ധ്യാന സെൻറ്ററിൽ ഈ മനുഷ്യൻ എത്തി. പള്ളിയിൽ കയറി. 20 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് പള്ളിയിൽ കയറുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ പോലും അനുവാദമില്ലാതെ ദൈവം ഈ മനുഷ്യനെ പള്ളിയിൽ കയറ്റി. അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ശുശ്രൂഷയാണ്. ഈ മനുഷ്യൻ അതെല്ലാം എല്ലാ ശുശ്രൂഷകളും സജീവമായി പങ്കെടുത്തു. വൈകുന്നേരം ആളുകൾ നമ്മുടെ അടുക്കലേക്ക് വരും. അവർക്ക് നമ്മൾ വചനം കൊടുക്കും. അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മൾ 1-2 മിനിറ്റ് എടുക്കുകയുള്ളൂ. കുറച്ച് വചനം എഴുതി കൊടുക്കും. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. ഈ സ്ത്രീ പതിവ് പോലെ വന്നു വചനം വാങ്ങുവാനായിട്ട്. അപ്പോൾ ഇതാണ്ട് ഈ മനുഷ്യനും ഓടി ഈ സ്ത്രീയുടെ പുറകിലായിട്ട് വന്നു നിൽക്കുകയാണ്. സാധാരണ ഒരാളെയാണ് നമ്മൾ കാണുക. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയാണ് 2 പേരെ കണ്ടതുകൊണ്ട്. അപ്പോൾ ഈ സ്ത്രീ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവിനെയാണ് കാണുന്നത്. സ്വഹിലി ഭാഷയിൽ ഇങ്ങനെ പറയുകയാണ്, മുങ്കു വാങ്കു മുമേ വാങ്കു. എൻ്റെ ദൈവമേ, എൻ്റെ ഭർത്താവ്. ഈ സ്ത്രീക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 20 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഭർത്താവിനെ പള്ളിയിൽ കാണുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയുകയാണ്, അച്ഛനറിയാമോ എന്തുകൊണ്ടാണ് ഞാനിന്ന് ഈ പള്ളിയിൽ വരുവാൻ കാരണം? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. എൻ്റെ ഭാര്യയുടെ സ്വഭാവം മുഴുവൻ മാറിയിരിക്കുന്നു. അവൾ ഈ ദിവസങ്ങളിൽ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാറില്ല. പള്ളിയിൽ പോ എന്ന് പറയാറില്ല. പക്ഷേ അവളെ ഞാനിങ്ങനെ നോട്ട് ചെയ്യുകയായിരുന്നു, ഒബ്സർവ് ചെയ്യുകയായിരുന്നു. അവളുടെ എല്ലാ സ്വഭാവ വൈകല്യങ്ങളും മാറി. അവൾ വളരെ സ്നേഹമുള്ളൊരു ഭാര്യയാണിപ്പോൾ. ഇവളുടെ സ്നേഹമുള്ള ഈ സ്വഭാവമാണ് എന്നെ മാറ്റിയത്. ഇവളുടെ നല്ല സ്വഭാവമാണ് എന്നെ മാറ്റിയത്. എന്നിട്ട് ഈ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ഇവിടുത്തെ ശുശ്രൂഷകളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഇന്നു മുതൽ ഞാൻ ഒരു ദിവസം പോലും പള്ളിയിൽ പോകാതിരിക്കില്ല. ഞാൻ ഓർക്കുന്നു, ഇവർ 2 പേരും കൂടെ ദമ്പതിമാരുടെ ധ്യാനം കൂടി. ഇപ്പോൾ ആ വീട് സ്വർഗമാണ്. യേശുവിൽ പ്രിയപ്പെട്ടവരെയും, നമുക്ക് ആരെയും മാറ്റാൻ പറ്റുകയില്ല. നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ ഉപദേശങ്ങൾ കൊണ്ടോ നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ പറ്റുന്നത് വളരെ വളരെ ചെറുതായിട്ട് മാത്രം, വളരെ നിസ്സാരമായിട്ട് മാത്രമേ നമുക്ക് അവരുടെ ജീവിതത്തെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. അവൻ്റെ പേര് യേശുവെന്നാണ്. അവനെ നാം ക്ഷണിക്കുമ്പോൾ, അവനെ നാം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും തീർച്ചയായും മാറ്റമുണ്ടാകും. ഇന്ന് നമ്മെ ഈശോ ഉത്ബോധിപ്പിച്ച ഈ വചനം നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ഉള്ളിൽ നമുക്ക് സ്വീകരിക്കാം. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഈശോയെ അവരുടെ ജീവിതത്തിലേക്കും നമുക്ക് ക്ഷണിക്കാം. നമുക്ക് ഈശോയുടെ അനുഗ്രഹത്തിനായി, ഈശോയുടെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. നമുക്ക് ഈശോയെ സ്തുതിച്ചാരാധിക്കാം. നമ്മുടെ കർത്താവ് ഈ ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനാണ്.
നമുക്കവനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. നമുക്കവനെ നമ്മുടെ മുറിവുകളിലേക്ക് ക്ഷണിക്കാം. നമുക്കവനെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിലേക്ക് ക്ഷണിക്കാം. നമുക്ക് ഈശോയെ നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്ക് പ്രത്യേകമായി ക്ഷണിക്കാം. നമുക്ക് ഒരുമിച്ച് നമുക്ക് പാടാം. ആത്മാവാം ദൈവമേ വരണേ. ആത്മാവായ ദൈവം നമ്മിൽ വരുമ്പോൾ നമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകും, വലിയ മാറ്റങ്ങളുണ്ടാകും. ആത്മാവാം ദൈവമേ വരണമേ, എൻ്റെ ഉള്ളിൽ വസിക്കുവാൻ വരണമേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്ന് ഇറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ സഹോദരങ്ങളുടെ സ്വഭാവത്തെ മാറ്റണമേ. ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ദാഹിക്കാം. കൈകൾ തുറന്ന് കണ്ണുകളടച്ച് നമുക്ക് ആത്മാവാം ദൈവത്തെ, പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്ക് ക്ഷണിക്കാം. നമ്മുടെ എല്ലാ മുറിവുകളിലേക്കും, ഒരുപക്ഷെ നീ ദേഷ്യ സ്വഭാവമുള്ളവനായിരിക്കാം, ഉള്ളവളായിരിക്കാം. ഒരുപക്ഷെ അഹംഭാവ ചിന്ത ഉള്ള ആളായിരിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് ക്ഷണിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റണമേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, എന്റെ ഓർമ്മകളിൽ വന്നു നിറയണമേ. എന്റെ ചിന്തകളിൽ വന്നു നിറയണമേ. ആത്മാവാം പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ ദാഹത്തോടെ നമുക്ക് പാടാം. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് ദിവ്യകാരുണ്യ ഈശോയെ നോക്കാം. ഈ ഈശോ മുഴുവനും പരിശുദ്ധാത്മാവിന്റെ നിറവാണ്, സ്നേഹത്തിന്റെ നിറവാണ് ദിവ്യകാരുണ്യ ഈശോ. ദയയുടെ നിറവാണ് ദിവ്യകാരുണ്യ ഈശോ. സൗഖ്യത്തിന്റെ നിറവാണ് ദിവ്യകാരുണ്യ ഈശോ. വിശ്വസ്തതയുടെ നിറവാണ് ദിവ്യകാരുണ്യ ഈശോ. നന്മയുടെ നിറവാണ് ദിവ്യകാരുണ്യ ഈശോ. ഈശോയെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം, നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കാം. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗബാധിതമായ നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ നമുക്ക് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒരിക്കൽ കൂടി ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമ്മുടെ എല്ലാ ഭാരങ്ങളും ഒരു നിമിഷം നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിത ഭാരങ്ങളാവാം, ഉപജീവനത്തിന് വേണ്ടിയുള്ള ഉള്ള അധ്വാനം, അതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മുടെ മുറിവുകളാകാം, ആത്മാവിൻ്റെ മുറിവുകളാകാം. അവയൊക്കെ തിരുമുറിവുകളാക്കുവാനായി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഭാരവും, രോഗവും, അതുപോലെ തന്നെ നമ്മളെ ഭാരപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പരിശുദ്ധനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് വിളിക്കാം. ആ ആത്മാവ് വന്നു കഴിയുമ്പോൾ
അവൻ നമ്മെ ഭരിക്കും. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. യേശുവേ, ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ ഞാൻ തളർന്നവനാണ്. ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ശക്തിയായി എന്നിൽ വന്നിറയണമേ. ആത്മാവായ ദൈവമേ, എന്റെ എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കണമേ. ആത്മാവായ ദൈവമേ, എന്റെ രോഗങ്ങൾ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നിൽ വന്ന് നിറയണമേ. കർത്താവേ, കരുണയായിരിക്കണമേ. നിന്നെ ഞാൻ തേടുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ആത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. എന്റെ കുടുംബത്തോട് കരുണയായിരിക്കണമേ. എല്ലാ കുടുംബ പ്രശ്നങ്ങളോടും കരുണയായിരിക്കണമേ. എന്റെ എല്ലാ മുറിവുകളോടും കരുണയായിരിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോയെ നന്ദി. മക്കളെ, ഈശോയെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവം നമ്മോടുകൂടിയുണ്ട്. ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ക്ഷണിക്കാം. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ആ വലിയവനായ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക്, നമ്മുടെ രോഗങ്ങളിലേക്ക്, ഈ കോവിഡ് മഹാമാരിയിലേക്ക് നമുക്ക് ഈശോയെ ക്ഷണിക്കാം. ഈശോ, ഈശോ, യേശുവേ, 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 യേശുനാമം, യേശുനാമം, ആ പാവനനാമം വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം. യേശുവിന്റെ നാമത്തെ നമുക്ക് വിളിക്കാം. നമ്മുടെ രോഗം, നമ്മുടെ എല്ലാ ഭാരങ്ങളിലേക്കും ഈശോയെ നമുക്ക് വിളിക്കാം. നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലേക്കും ഈശോയെ നമുക്ക് ക്ഷണിക്കാം. ഈശോയെ, ഈശോയെ, യേശുവേ, 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 യേശുവേ. നന്ദി കർത്താവേ, ആരാധന, മഹത്വം. ഈശോയെ നന്ദി, സ്തുതി, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ
കടാക്ഷം തൂകണമേ വത്സലസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നീ പാപിയാണോ മകനേ, നീ പാപിനിയാണോ മകളെ, നീ പാപിയാണോ മകനെ, നീ പാപിനിയാണോ മകളെ, ഞാൻ നിൻ രക്ഷകൻ പാപമോചകൻ നിന്റെ ജീവിതമറിയുന്നവൻ.